ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2023 ഡിസംബർ മാസത്തിലെ ആനുകാലിക വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ജേതാവായത് ആര്? ഉത്തരം EV രാമകൃഷ്ണൻ. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാലം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കന്യാകുമാരി. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ഒട്ടകവർഷമായി ആചരിക്കുവാൻ തീരുമാനിച്ച വർഷം ഏത്? ഉത്തരം 2024. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര്? ഉത്തരം മൈത്രി 2. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം തമിഴ്നാട്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം? ഉത്തരം വീരമംഗൈ. 2024 ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം? ഉത്തരം ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. കോവിഡ് വകഭേദമായ JN1 ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം? ഉത്തരം കേരളം. 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ആര്? ഉത്തരം ഇമ്മാനുവൽ മക്രോൺ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദവുമായ തീവണ്ടി യാത്ര സൗകര്യമൊരുക്കുവാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസ്? ഉത്തരം അമൃത് ഭാരത് എക്സ്പ്രസ്. 2023 എനിമൽ ഹെൽത്ത് കോൺക്ലേവിന് വേദിയാവുന്ന നഗരം? ഉത്തരം ന്യൂഡൽഹി. ദേശീയ കർഷക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 23. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപം? ഉത്തരം ഗർഭ നൃത്തം. ഗൂഗിൾ പുതുതായി ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ? ഉത്തരം ജെമിനി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2023 വാക്കായി തിരഞ്ഞെടുത്തത്? ഉത്തരം റിസ്. 2023 കേരള ശാസ്ത്ര സാഹിത്യ അവാർഡിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം ഡോക്ടർ B. ഇക്ബാൽ. സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോം? ഉത്തരം സി സ്പേസ്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി? ഉത്തരം സുജലം. ChatGPTക്കു ബദലായി ഇന്ത്യൻ കമ്പനിയായ ഒല വികസിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം? ഉത്തരം കൃത്രിം. സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ആദ്യ നഗരം? ഉത്തരം കൊച്ചി. 2023 ഡിസംബറിൽ മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിൻ്റെ പേര്? ഉത്തരം മാതൃകം. സർക്കാർ ജീവനക്കാർക്ക് ജോലിസ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി? ഉത്തരം ക്രഷ്. ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 24. അയോധ്യയിലെ രാജ്യാന്തര വിമാനത്താവളത്തിന് നൽകിയ പുതിയ പേരെന്താണ്? ഉത്തരം മഹർഷി വാത്മീകി ഇൻ്റർനാഷണൽ എയർപോർട്ട്, അയോധ്യ ധാം. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ? ഉത്തരം VR ലളിതാംബിക. 28ാമത്തെ UN ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ദുബായ്. ടൈം വാരികയുടെ 2023 വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട US പോപ്പ് ഗായിക? ഉത്തരം ടെയ്ലർ സ്വിഫ്റ്റ്.
രവീന്ദ്രനാഥ ടാഗോറിനോടുള്ള ആദരസൂചകമായി പേരു നൽകപ്പെട്ട സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ഇനം ബാക്ടീരിയയ്ക്കു നൽകിയ പേര്? ഉത്തരം പാൻഡോവ ടാഗോറി. 2024 കേരള സയൻസ് കോൺഗ്രസിന് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം കാസർഗോഡ്. അടുത്തിടെ പ്രകാശനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ചെറു കവിതാ സമാഹാരം? ഉത്തരം പെൻ ഡ്രൈവ്. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായി യുദ്ധക്കപ്പലിൻ്റെ വനിതാ കമാൻഡിംഗ് ഓഫീസർ? ഉത്തരം പ്രേരണ ദിയോസ്തലി. 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ പേർഷ്യൻ ചിത്രം? ഉത്തരം എൻഡലെസ് ബോർഡേഴ്സ്. കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ വനിത? ഉത്തരം ജിലുമോൾ. അടുത്തിടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിലെ കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രത്തിനാണ് അടുത്തിടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചത്. റിമോട്ട് സെൻസിംഗ് വഴി പരിപാലനം നടത്തുന്ന കേരളത്തിലെ ആദ്യ നെല്ലിനം? റിമോട്ട് സെൻസിംഗ് വഴി പരിപാലനം നടത്തുന്ന കേരളത്തിലെ ആദ്യ നെല്ലിനം ഉമ. 2023 ഡിസംബറിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ യുദ്ധക്കപ്പൽ? 2023 ഡിസംബറിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ യുദ്ധക്കപ്പൽ? ഉത്തരം INS ഇംഫാൽ. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2023 അർഹരായവർ? ഉത്തരം ബാഡ്മിൻ്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി. ഇന്ത്യയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം? ഉത്തരം സഞ്ജു സാംസൺ. 2023 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജമ്പ് താരം? ഉത്തരം M ശ്രീശങ്കർ. 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ചവർ? ഡാനിയൽ ബാരൻബോയി, അലി അബു അംബാദ് എന്നിവർക്കാണ് 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ചത്. 33ാമത്തെ വ്യാസ് സമ്മാൻ പുരസ്കാരം 2023 ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരി? ഉത്തരം പുഷ്പഭാരതി. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട്? ഉത്തരം ബറാക്കുഡ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം ശരണബാല്യം. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം? ഉത്തരം മുഹമ്മദ് ഷമി. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ഏത്? ഉത്തരം അസർബൈജാൻ. 2023 ഡിസംബറിൽ പ്രാബല്യത്തിൽ വരുന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്രിക്കറ്റ്. കേംബ്രിഡ്ജ് ഡിക്ഷണറി 2023 വാക്കായി തിരഞ്ഞെടുത്തത്? ഹാലൂസിനേറ്റ്. സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതി? ഉത്തരം ഇ ഹെൽത്ത്. 2023 ഡിസംബറിൽ പുറത്തുവിട്ട നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ വിവരമനുസരിച്ച് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം? ഉത്തരം കോഴിക്കോട്. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 22. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം കാസർഗോഡ്. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ? ഉത്തരം ശിവ ചൗഹാൻ. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ? ഉത്തരം ക്യാപ്റ്റൻ ഗീതിക കൗൾ. സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ? ഉത്തരം ഫാത്തിമ വസീം.
നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കു പ്രകാരം രാജ്യത്ത് സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം. സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ആയി പറയുന്നത് ഉത്തർപ്രദേശ്. ദ്രോണാചാര്യ പുരസ്കാരം 2023 ലഭിച്ച മലയാളി കബഡി പരിശീലകൻ. ഉത്തരം ഇ. ഭാസ്കരൻ. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സൊർവേദ് മഹാമന്ദിർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വാരണാസി. 2023 ഡിസംബറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഛത്തീസ്ഗഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിഷ്ണുദേവ് സായി. മധ്യപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻ യാദവ്. രാജസ്ഥാൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഭജൻലാൽ ശർമ്മ. തെലുങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രേവന്ത് റെഡ്ഡി. മിസോറാമിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാൽദു ഹോമ. കടൽത്തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത്. ഉത്തരം കടലുണ്ടി. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിയെക്കുറിച്ച് പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം എഴുതിയത് ആര്? ശർമിഷ്ഠ മുഖർജി. പ്രണബ് മുഖർജിയുടെ മകളാണ് ശർമിഷ്ഠ മുഖർജി. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൻ കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളിയായ പർവ്വതാരോഹകൻ ആര്? ഉത്തരം ഷെയ്ഖ് ഹസൻ ഖാൻ. 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന രാജ്യം. ഉത്തരം സൗദി അറേബ്യ. IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം. ഉത്തരം റോബിൻ മിൻസ്. ജാർഖണ്ഡ് സ്വദേശിയാണ് റോബിൻ മിൻസ്. ISROയുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും സ്ഥാപിതമാവുന്നത് എവിടെയാണ്? ഉത്തരം കവടിയാർ. കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേര്? ഉത്തരം കനവ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം? ഉത്തരം ജൂപ്പിറ്റർ 3. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം? ഉത്തരം ഇരുമ്പഴിക്കുള്ളിൽ. ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകം എഴുതിയത് VA കേശവൻ നായർ. 2024 ജനുവരിയിൽ രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം? ഉത്തരം കേരളം. 2024 ജനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യം ഏത്? ഉത്തരം കെനിയ. ഗൂഗിൾ 2023 ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 25 വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ലോക ക്രിക്കറ്റർ? ഉത്തരം വിരാട് കോഹ്ലി. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 10. 2023 ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം? എല്ലാവർക്കും സ്വാതന്ത്ര്യം, തുല്യത, നീതി എന്നതാണ് 2023 ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള പോർട്ടൽ? ഉത്തരം K-സ്മാർട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗകയുടെ പേര്? ഉത്തരം ക്ലാസിക് ഇംപീരിയൽ. ഫോബസ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ 2023 ഒന്നാം സ്ഥാനം നേടിയത് ആര്? ഉത്തരം ഉർസുല വോൺ ഡർ ലെയൻ. കേന്ദ്ര ജലശക്തി മന്ത്രാലയം 2023 പുറത്തിറക്കിയ ഇന്ത്യയിലെ 75 ജലപൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ക്ഷേത്രക്കുളം? ഉത്തരം പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രക്കുളം. കണ്ണൂർ ജില്ലയിലാണ് പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രക്കുളം. ഇന്ത്യ US സംയുക്ത അഭ്യാസം? ഉത്തരം വ്രജപ്രഹാർ. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ? ഉത്തരം മെയ്ഫ്ലവർ 400.
2023 ഡിസംബറിലെ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. ഉത്തരം കൊൽക്കത്ത. ടി പത്മനാഭന്റെ ജീവിതവും സാഹിത്യവും പ്രമേയമാവുന്ന ചലച്ചിത്രം. ഉത്തരം നളിനകാന്തി. നളിനകാന്തി എന്ന സിനിമയുടെ സംവിധായകൻ സുസ്മേഷ് ചന്ദ്രോത്ത്. 2024 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ഉത്തരം അമേരിക്ക. 2023 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും ആകർഷണീയമായ 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏത്? ഉത്തരം തിരുവനന്തപുരം. സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം. ഉത്തരം നേപ്പാൾ. ലോകത്തിലെ ആദ്യ തദ്ദേശീയമായി നിർമ്മിച്ച പോർട്ടബിൾ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഹരിയാനയിലെ ഗുരുഗ്രാമിൽ. 2023 ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കായിക താരം. ഉത്തരം ലയണൽ മെസ്സി. ലോക ഭിന്നശേഷി ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 3. 2023 ലോക ഭിന്നശേഷി ദിനത്തിൻ്റെ സന്ദേശം. ഭിന്നശേഷിക്കാർക്കു വേണ്ടിയുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഐക്യം എന്നതാണ് 2023 ലോക ഭിന്നശേഷി ദിനത്തിൻ്റെ സന്ദേശം. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനായി കേരള പോലീസിൻ്റെയും സാക്ഷരതാ മിഷന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. ഉത്തരം ഹോപ്പ്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 2. കർഷക തൊഴിലാളി മാസികയുടെ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം വി എസ് അച്യുതാനന്ദൻ.